ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം. റിപ്പോർട്ടല്ലേ? അതെ, പത്രമല്ല, പത്രത്തിലെ ഓഫീസിലാണ്. അതെയാ, ഓക്കെ. എന്റെ പേര് ഷറഫുദ്ദീൻ. ഞാൻ സൗദിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇന്നലെ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ബിസി ആയതുകൊണ്ടായിരിക്കും നേരത്തെ. അല്ല, പകൽ സമയത്ത്. പകൽ തന്നെ. പകൽ നെറ്റ് കോളിലും അങ്ങനെ തന്നെ വിളിച്ചത്. നെറ്റ് കോള് എന്റെ ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങളുടെ പേരെന്താ? നസീറാ? ബഷീർ. 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 നാട്ടില് എവിടെ? കണ്ണൂർ തന്നെ. കണ്ണൂർ എവിടെയാ? അതെ, കണ്ണൂര് നാറാത്ത. ഓക്കെ. ഞാൻ എന്തിനാ നിങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞാല്, കുറച്ച് ദിവസമായിട്ട് പിന്നെ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഒരു വ്യാപകമായ ഒരു ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് കണ്ണൂർ ഡിവൈഎസ്പി സുകുമാരൻ നായർ അദ്ദേഹം ഇന്ത്യയിലും അതുപോലെ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും വർഗീയ അതുപോലത്തെ തീവ്രവാദം വളരുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിഭാഗങ്ങളിലുണ്ട്. അപ്പോ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഈ തീവ്രവാദം വളർത്തുന്നതിന്റെ സോഴ്സ് മദ്രസകളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മദ്രസ പാഠ്യ പദ്ധതികൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിശോധിക്കുകയും അത് മാറ്റുകയും ചെയ്യേണ്ടതാണ് എന്ന് ഡിവൈഎസ്പി പറഞ്ഞതായിട്ടുള്ള ഒരു കമാൻഡ് തേജസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്തുണ്ടായിരുന്നത്, റിപ്പോർട്ട് ഉണ്ടാകുകയും ആ റിപ്പോർട്ടിന്റെ പേരിൽ ഒരുപാട് ആളുകൾ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹലോ 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 കേൾക്കുന്നില്ലേ? ഹലോ. ഓക്കെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? മനസ്സിലായി. ഓക്കെ. അപ്പൊ അത് സംബന്ധമായിട്ട് അപ്പോ സ്വാഭാവികമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ നാട്ടില് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് സമാധാനം ഉദ്ദേശിക്കുന്ന അതുപോലെ തന്നെ സൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ അത് ഇല്ലാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ നമ്മൾ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ എന്താണെങ്കിലും അത് വരണല്ലോ. അപ്പോ ഞാൻ ഒരു സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സുന്നി ഗ്ലോബൽ വോയിസ് എന്ന ഒരു ഓൺലൈൻ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സുന്നി ഗ്ലോബൽ വോയിസ് എന്നൊരു ഓൺലൈൻ ചാനല്. അത് കുറേയായി. നിങ്ങൾക്ക് നിങ്ങളെ സൈറ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെ? സിറാജ് പത്രമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലാണോ? അല്ല, സിറാജ് പത്രം അത് ഒരു സംഘടനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ മുഖപത്രമാണ്. ഇത് ഒരു സംഘടനയുടെ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബൈലക്സ് മെസ്സഞ്ചർ ബേസ് ചെയ്തുകൊണ്ട് അതിന് ക്ലാസ് റൂമുകളിലൂടെ ഡെയിലി രാവിലെ 24 മണിക്കൂർ ലൈവ് പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് അതിന്റെ അതാത് ദിവസങ്ങളിൽ എങ്ങനെ, ഞാൻ ഇപ്പൊ സൗദിയിലാണ് വിളിക്കുന്നത്. അപ്പോഴേ ഞാൻ വയനാട്ടില. അപ്പൊ ഞാൻ ഈ സംഭവമായിട്ട് ഞാൻ നിങ്ങളുടെ ഓഫീസിൽ വിളിച്ചിട്ട് വാങ്ങിച്ച അപ്പൊ ഞാൻ ഇത് സംഭവമായിട്ട് ഡിവൈഎസ്പിയെ മിന്നാന്ന് വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ആ വിഷയത്തെ പാടെ നിഷേധിക്കരുത്. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് പത്രസമ്മേളനങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ നടത്തിയിട്ടില്ല, പിന്നെ ഞാൻ അങ്ങനെ ഒരു കമന്റ് ഒന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നാറാത്ത് നിലവിലുണ്ടായിരുന്ന 10-21 ആളുകളുടെ പോപ്പുലർ ഫണ്ടിന്റെ ആളുകളെയും അവരുടെ കയ്യിൽ നിന്നുള്ള ആയുധങ്ങളും വിഷയങ്ങളൊക്കെ പിടിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേസിനെ നിർവീര്യമാക്കുന്നതിനാവശ്യമായ ഒരു പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഈ കമന്റിനെ കുറിച്ച് നിങ്ങളാണോ റിപ്പോർട്ട് ചെയ്തത് ശരിക്കും? അതെ, ഞാനാ റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ ഡിവൈഎസ്പി പറഞ്ഞ കേസിനെ നിർവീര്യമാക്കുക എന്ന് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല ഒരു പത്രത്തിൽ എന്തെങ്കിലും ഇനി ഇല്ലാത്ത വാർത്ത വന്നാൽ പോലും
കേസിന് അതെങ്ങനെ ദുർബലാകും? അല്ല, നമുക്ക് അത് എന്റെ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ഡിവൈഎസ്പി കണ്ണൂർ ഡിവൈഎസ്പി ശ്രീ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ടില്ല എന്നത് ശരിയായിരിക്കും. അയാളെ പത്രക്കാര് കണ്ടിട്ടുണ്ട്. കർണാടക ATSന്റെ ഉദ്യോഗസ്ഥർ വന്ന സമയത്ത് നാറാത്ത് വിഷയത്തിൽ ബാംഗ്ലൂർ സ്ഫോടനത്തിൽ പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളിൽ ഇങ്ങനെ വാർത്തകൾ വരികയും പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പത്രങ്ങളിൽ വാർത്ത വരിക. DSP സുകുമാരൻ നായർ അല്ല അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വാർത്തകളാണ് എന്ന് പറഞ്ഞിട്ട് പോലീസിനെ ഉദ്ധരിച്ചിട്ട് കൃത്യമായ വാർത്തകൾ മുഖ്യധാര പത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഈ പറഞ്ഞ വിഷയം നിങ്ങൾ നിങ്ങളിത് നേരത്തെ കേട്ട് റിപ്പോർട്ട് ചെയ്തതാണോ ഇത്? അതെ അതെ, ഞാന് പറയുന്ന കഥ പറഞ്ഞു വരികയാണ്. ഇപ്പൊ കർണാടക ATS വന്നപ്പോ അവര് സംഭവ സ്ഥലത്തൊക്കെ പോയി തെളി കൊടുത്തു. എന്നിട്ട് DYSP ഓഫീസിൽ വന്നിട്ട് DYSP ഒരു ചർച്ച നടത്തി. അപ്പൊ ഞാന് ഒരു മാധ്യമത്തിലൊരു ബഷീർ എന്ന് പറഞ്ഞെങ്കിൽ മനോരമന്റെ മാതൃഭൂമിന്റെ ഒരാള് നമ്മൾ പോയി അവിടെ ഈ ബാംഗ്ലൂർ ഭാഷ ബന്ധുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് പോയതാ. പോലീസ് എന്താ സൂചനകള് എല്ലാ പത്രത്തിലും സൂചന, ദേശാഭിമാനി മാതൃഭൂമിയിലൊക്കെ സൂചന, കോയമ്പത്തൂർ ബന്ധത്തിൽ സൂചന, ഹൈദരാബാദ് സ്ഫോടനത്തിൽ സൂചന, പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന് സൂചന എന്നിട്ടാണല്ലോ വരുന്നത്. ഇപ്പൊ ഡിവൈഎസ്പിന്റെ അടുത്ത് നിന്ന് നേരിട്ട് കേൾക്കാമല്ലോ എന്ന് ജസ്റ്റ് പോയതാ. അപ്പൊ അയാള് വന്ന് നിങ്ങൾ ATSനോട് കർണാടക ടീമിനോട് തന്നെ ചോദിച്ചേക്ക്. അപ്പൊ അവരൊന്ന് പറയാൻ അവരൊന്ന് നോക്കാൻ നമ്മള് അവിടെ മലയാളികളെ ആ കേസിൽ ബന്ധപ്പെട്ടത് കൊല്ലത്തുനിന്ന് കുറിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ചോദ്യം ചെയ്യാൻ വന്നതാണ്. അപ്പൊ DSPനോട് എന്നിട്ട് നമ്മൾ ചോദിച്ചു എന്തെങ്കിലും തെളിവൊന്നുമില്ല. തെളിവൊന്നും കിട്ടിയില്ല. DSP പറഞ്ഞു അങ്ങനെ ഒന്നും. അന്നേരം മനോരമന്റെ ആള് പറഞ്ഞു മനോരമ ന്യൂസില് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് ബാംഗ്ലൂർ സ്ഫോടനമായിട്ട് ബന്ധമുണ്ടെന്ന സൂചന നടത്തി. നമ്മുടെ ഓഫീസിന്റെ ഒരു ചുമരിന് അപ്പുറമാണ് മനോരമ ന്യൂസിലെ റിപ്പോർട്ടർ ഇരിക്കുന്നത്. അവരിങ്ങനെ എഴുതി കാണിക്കുമ്പോ നമ്മളെ ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിക്കുന്നു നിങ്ങളൊന്നും പണിക്ക് പോകുന്നില്ല എന്താണ്. അപ്പൊ DSP തന്നെ അതൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല, അതൊക്കെ ചാനൽ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും, നമുക്കിപ്പോ തെളിവൊന്നും കിട്ടിയില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മൂപ്പര് പറഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രചാരണം പറഞ്ഞാൽ തികച്ചും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അജ്മൽ കസദ് പാർലമെന്റ് അക്രമ കേസിലെ പ്രതിയില്ല അജ്മൽ കസദ്, അയാളെ കുറിച്ച് വരെ ഇല്ലാത്ത തികച്ചും കളവായ പ്രചാരണമാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നത്. കർക്കരയ്ക്ക് കൊന്ന കാര്യം എന്ന് പറഞ്ഞ പുസ്തകത്തില് നേപ്പാളിയായ ഹിന്ദുവാണ് കസബെന്നും കസബ് മതന്മാര് വന്നിട്ട് ഈ ഇയാളൊക്കെ വന്നിട്ട് മുസ്ലിങ്ങളുടെ പേരിൽ ചാർത്തിയതാണെന്നും വരെയുള്ള തികച്ചും ഇല്ലാത്ത ആരോപണങ്ങളാണ് അതിൽ പറയുന്നത്. അത്രയ്ക്കും വല്ലാത്തൊരു മനസ്ഥിതിയുള്ള പ്രചാരണമാണ് നടക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു. കർക്കരയ്ക്ക് വന്നതായിരുന്നു പറഞ്ഞ പുസ്തകം ഇറക്കിയത് പോപ്പുലർ ഫ്രണ്ടല്ല. ഞാൻ ചോദിക്കുന്നത് ബഷീർ സാഹിബ് ഞാൻ ചോദിക്കുന്നത് അതായത് ഇഷ്യൂസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഇദ്ദേഹം നമ്മുടെ മദ്രസ പാഠ്യപദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ട് മദ്രസയിൽ നിന്നാണ് ഈ തീവ്രവാദം വളർത്തുന്നത് എന്ന വിഷയം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? മദ്രസയിൽ നിന്ന് തീവ്രവാദം വളർത്തുന്നതല്ല, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇവിടെ പ്രശ്നങ്ങൾ. അയാൾ പറയുന്നത് ഞാൻ പോപ്പുലർ നേതാക്കളോട് പറഞ്ഞു മൈനോറിറ്റീസിന് കേരളത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല. എന്നിട്ട് അയാൾ പറയാം മൈനോറിറ്റീസ് മുസ്ലിം മൈനോറിറ്റീസ് കേരളത്തിൽ മാത്രമല്ല പ്രശ്നം, അവർക്ക് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സൺഡേ സ്കൂൾ നടത്തുന്നുണ്ട്, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇവരുടെ പാഠ്യപദ്ധതിയിലാണ് പ്രശ്നങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മത നേതാക്കള് പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ ഇച്ഛാശക്തി കാട്ടണമെന്നാണ് കൃത്യമായിട്ട് അയാൾ പറഞ്ഞത്. അന്ന് എല്ലാവരും ഞാനടക്കുള്ള ആരും ഒന്നും ചോദിച്ചില്ല. കാരണം എന്താണ് എല്ലാവരും ബാംഗ്ലൂർ ആ ഒരു തീവ്രമായ ഒരു ലൈനിലേക്കാണ് ചിന്തിച്ചത്. പിന്നെ ഇതിങ്ങനെ ഒരു കാര്യമായിട്ടുള്ളൊരു സംഭാഷണമായിട്ടല്ല ഇങ്ങനെ സംസാരിച്ച് ആ പുസ്തകത്തിനെ കുറിച്ചും ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സീഡിയുണ്ട്, അത് ലവ് ജിഹാദിനെ ന്യായീകരിക്കുന്നതാണെന്നുള്ള വിധത്തിലാണ് അയാൾ സംസാരിച്ചത്. നമുക്കറിയാം സീഡി എന്ന് പറഞ്ഞത് ലവ് ജിഹാദിന്റെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരു പത്രക്കാരൻ എന്നുള്ള നിലക്ക് ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലക്ക് ഒരു വളരെ സുപ്രധാനമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണത്തിന് പോകുന്ന ഒരാൾ എന്നുള്ള നിലക്ക്
ഇത്തരം ഒരു എന്താണെങ്കിലും അവിടെ നിങ്ങൾ എത്തുന്നതിന് നിങ്ങൾ പുറപ്പെട്ടത് മുതൽ തിരിച്ചെത്തുന്നത് വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും ഒപ്പിയെടുക്കാനുള്ള സന്നാഹങ്ങളോട് കൂടിയായിരിക്കും പോവുക. കേവലം ചിന്തിക്കുന്ന ഒരാളാണ്. അതായത് ഒരു വളരെ ഞാൻ പറഞ്ഞോട്ടെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കേസ് സംബന്ധമായ ഒരു വിഷയം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നാരാത്ത് സംബന്ധമായിട്ടുള്ള ഈ കിടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏത് പോയിന്റ് വളരെ മൈനസ് ആവട്ടെ പ്ലസ് ആവട്ടെ ഏതാണെങ്കിലും അത് ഒപ്പിയെടുക്കണം എന്നുള്ള ഒരു ജാഗ്രത സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടും അതിന് മാത്രം ഇറങ്ങി പുറപ്പെട്ട റിപ്പോർട്ടർക്ക് ഉണ്ടാവുന്നതാണ് സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരാൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ചോദിക്കാണ്, ഇത്തരം ഒരു കമന്റ് അയാൾ നടത്തിയതിന്റെ റിപ്പോർട്ടുകൾ രേഖകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോ ചാനലല്ല, ആയിക്കോട്ടെ, നമ്മള് സാധാരണ ഒരു പത്ര റിപ്പോർട്ടർ റെക്കോർഡ് ചെയ്യുന്ന സാധനമല്ല പോവുക. ഒരു പേപ്പറിൽ എഴുതിയെടുക്കും. ഇത് ഇപ്പൊ പാഠ്യപദ്ധതി. പിന്നെ ഒരു കാര്യമുണ്ട്, മദ്രസ എന്നുള്ള പ്രയോഗം അയാൾ നടത്തിയില്ല. അത് ഞാൻ പറയാം. മുസ്ലിങ്ങളുടെ പാഠ്യപദ്ധതിയാണ് പ്രശ്നം. ക്രിസ്ത്യൻ മൈനോറിറ്റീസ് സൺഡേ സ്കൂൾ നടത്തുന്നുണ്ട്, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മുസ്ലിങ്ങളുടെ പാഠ്യപദ്ധതി പരിഷ്കരിക്കാനാണ് മതനേതാക്കൾ ആഗ്രഹം കാണിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇത് പിന്നെ ഞാനന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെ പിന്നെ വീഡിയോ റെക്കോർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേ നമ്മൾ കൊടുക്കും. ടാപ്പ് റെക്കോർഡ് ഉണ്ടോ? ഇതിന്റെ വോയിസ് റെക്കോർഡ് ഉണ്ടോ? വോയിസ് റെക്കോർഡ് ഉണ്ടോ? വോയിസ് റെക്കോർഡില്ല. ഇല്ല. പിന്നെ എന്റെ ഇതാണെങ്കിൽ നിങ്ങൾ മാധ്യമത്തിന്റെ നിലപാട് അറിയില്ല. പോപ്പുലർ ഫ്രണ്ട് മാധ്യമം തമ്മിൽ എപ്പോ ഒരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസമുണ്ട്. ഓരോ കാഴ്ചപ്പാടുള്ള അത് രണ്ടുപേരെ കാഴ്ചപ്പാടുള്ള ആളുകളായിട്ടാണ് കേരളീയ ജനങ്ങൾ വിലയിരുത്തുന്നത്. അത് കേരളീയ ജനങ്ങൾ എന്നുള്ളത് ഒരുപാട് കാന്തപുരം വിളിക്കുന്ന നിങ്ങള് അങ്ങനെയല്ല. അത് നമ്മളൊരു ഇതാക്കി ഞാൻ ഇതിന്റെ ഒരു നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ടാണ്. കാന്തപുരം എന്നല്ല, കേരളത്തിലെ എല്ലാ ആളുകളും ഒരേപോലെ അംഗീകരിക്കുന്ന, മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാ ആളുകളും ഒരേപോലെ പറയുന്ന വിഷയമാണ്. നമ്മുടെ രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന വിഷയത്തിൽ മാധ്യമവും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടും ഒരേ തൂവൽ പക്ഷികളാണെന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതുപോട്ടെ, അതിന് ചെയ്യുന്നത് എന്താണോ എന്നുള്ളതല്ല, അഭിപ്രായത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അഭിപ്രായത്തില്ല, നിങ്ങളെ പറഞ്ഞ മിസ്സല്ല. ഒരുമാതിരി ചാനൽ ചർച്ച പോലെ മിസ്സല്ല. അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് നിങ്ങൾ പറയല്ല. അഭിപ്രായ വ്യത്യാസം എനിക്കുമുണ്ട്, എന്നെ പോലെയുള്ളവർക്കുണ്ട്, പോപ്പുലർ ഫണ്ടിനെ അറിയുന്നവർക്കുണ്ട്. അത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് നിങ്ങൾ അതായത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് രണ്ടും രണ്ടായി നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് വേറെ വിഷയം. ഞാൻ ചോദിക്കുന്നതല്ല, ഈ റിപ്പോർട്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടില് നിങ്ങൾക്ക് ഇതിന്റെ വല്ല രേഖകൾ, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്, അതിന് റിപ്പോർട്ട് രേഖകൾ ഇല്ലെങ്കിൽ ഓക്കെ നമ്മൾ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാല്, കാരണം അതുകൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസ്, ഇങ്ങനെ ഒരു വിഷയം ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയും അതിന് അനുകൂലമായ അഥവാ അത്തരം വിഷയങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനും അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്ത ഒരാൾക്കെതിരെ നിയമ നടപടികൾ എടുക്കാനും ആവശ്യമായ രേഖകൾ നമ്മൾ നിർബന്ധമായും അത് എന്ത് ചെയ്തേ പറ്റുള്ളൂ, രേഖകൾ സമർപ്പിച്ചേ പറ്റുള്ളൂ. അതെ, ഇത് പിന്നെ ഈ ഒരു പത്രപ്രവർത്തനം, അതായത് ദൃശ്യമാധ്യമല്ല, നമ്മള് പത്രമാണല്ലോ, പെണ്ണുകളാണ് എടുക്കാം, വേനൽക്കാലത്താണ് എടുക്കുക. ഞാനും മാധ്യമത്തിലുള്ള ബഷീറും നമ്മൾ റിപ്പോർട്ടറും പിന്നെ മാതൃഭൂമിയിലെ ആളും മനോരമയിലെ ആളും ഇത് പേനയും കള്ളാസം മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് ഒരു കാര്യമാവും, എനിക്ക് നിങ്ങൾ മാതൃഭൂമിയുടെയും മനോരമയുടെയും അതുപോലെ തന്നെ മാധ്യമത്തിന്റെ റിപ്പോർട്ടർമാരുടെ നമ്പറും തരാമോ? ഒരു ഹെൽപ്പായിട്ട്. മാതൃഭൂമിയിൽ മനോരമന്റെ പേരില്ല. ഞാൻ മനോരമന്റെ ബഷീർ എന്ന് പറഞ്ഞ കണ്ണൂരിലെ വയനാട്ടാണ്, നിങ്ങളുടെ നാട്ടാണ് അല്ലേ? വയനാട്ടല്ല, വയനാട്ടല്ല. മനോരമല്ല. പിന്നൊന്ന് പറഞ്ഞാല് പത്രങ്ങളില് നിങ്ങൾ ഈ ഡിവൈഎസ്പിയുടെ പരാമർശത്തിൽ കാണിച്ച ആ ശുഷ്കാന്തി ഉണ്ടല്ലോ, അത് വളരെ അഭിനന്ദനീയമാണ്. കാരണം നല്ലൊരു നിലപാട് നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു ഭീകരവാദം പ്രചരിപ്പിക്കാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ശ്രമം. ഓക്കെ, അതുപോലെ തന്നെ മാതൃഭൂമിയിലും മനോരമയിലും ഉൾപ്പെടെ ഈ നാറാത്ത് കേസിലെ കുട്ടികൾക്ക് പിന്നെ ബാംഗ്ലൂർ സ്ഫോടനം, ഏറ്റവും ഒടുവിൽ കോയമ്പത്തൂർ സ്ഫോടനത്തിൽ വരെ ബന്ധമുണ്ടെന്നാണ്
ഒരു അതായത് നിങ്ങൾ റിപ്പോർട്ടർ എന്നുള്ള നിലക്ക് നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ച് നമ്മൾ വ്യക്തമായി പറയാണ്. നിലവിൽ നമ്മുടെ രാജ്യത്ത് നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ പത്രങ്ങളിലും മീഡിയകളിലും കേരളത്തിലെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടറുകൾ മുഴുവനും ശരിയാണെന്ന് ഒരു 0.5% പോലും വിശ്വാസമുള്ള ആളുകളല്ല. മറിച്ച് സത്യത്തെ വളച്ചൊടിക്കുകയും സത്യവിരുദ്ധമായ പ്രസ്താവനകളും പിന്നെ റിപ്പോർട്ടുകളും ചെയ്യുന്ന വിഷയത്തിലാണ് നിലവിലെ മാധ്യമങ്ങളിൽ 99% ആളുകളും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമില്ല. അതില് ഇപ്പൊ പറയാം അത് പറയാം. അത് ആ വിഷയത്തിൽ ഒരു മീഡിയവും ഒരു മാധ്യമവും എന്തല്ല പുറകിലില്ല. എല്ലാ ആളുകളും അവരവരുടെ നിലനിൽപ്പിന് ആവശ്യമായി സാമ്പത്തികമാവട്ടെ അല്ലാത്തതാവട്ടെ അതിന്റെ അപ്പുറത്തേക്കുള്ള വിഷയത്തിൽ, അതായത് സമൂഹം എന്താവട്ടെ, സമൂഹം എന്ന കാഴ്ചപ്പാടിലാണ് എന്ത് ചെയ്യുന്നത് സാധാരണ റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. എന്ത് കൊടുത്താലും വായിക്കാനും അത് അപ്പടി ഉൾക്കൊള്ളാനും. പക്ഷെ അത് ഒരു മാറ്റം അതിന് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെ നല്ല പിന്നെ ചിന്താശേഷിയുള്ള അതുപോലെ തന്നെ പിന്നെ പ്രതികരണശേഷിയുള്ള ഒരു സമൂഹം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് സാധാരണക്കാരനായ അതുപോലെ തന്നെ പിന്നെ സമാധാനം കാക്ഷിക്കുന്ന നല്ല കേരളത്തിന്റെ നല്ല സംസ്കാരത്തെ പ്രതീക്ഷിക്കുന്ന നല്ലവരായ ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. അതിപ്പോ 2-3 ഇഷ്യൂസ് തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന 2-3 ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രതികരണവും അതിലൂടെ ഉണ്ടായ ഫലവും സമൂഹത്തിനുണ്ടായ ഫലവും ശരിക്കും സമൂഹം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാധ്യമമാവട്ടെ, മനോരമയാവട്ടെ, അതുപോലെ തന്നെ തേജസ് ആവട്ടെ, മാതൃഭൂമിയാവട്ടെ, ഇവർക്കൊക്കെ ഉള്ള ഒരു ചില ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് കേരളീയ സമൂഹത്തിനറിയാം. ഇത് അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും ഞാൻ പറയാം. ഇപ്പൊ ഏത് ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും ശരി, അവരുടേതായ ഒരു പ്രത്യേക കാഴ്ചപ്പാട് വ്യൂ കോണിലൂടെ അല്ലാതെ റിപ്പോർട്ടുകൾ ഒരു കാരണവശാലും ഔട്ട്പുട്ട് വരില്ല എന്നതിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞത് മീഡിയകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ സ്വാഭാവികമായും മനുഷ്യരെ പിന്നെ വൈകാരികമായി പ്രതികരിപ്പിക്കുന്ന രൂപത്തിലുള്ള കണ്ടന്റ് വരുമ്പോൾ സ്വാഭാവികമായും അത് തെളിയിക്കാനുള്ള പൂർണ്ണമായ എവിഡൻസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു പത്രധർമ്മമായിട്ട് പിന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു സൂക്ഷ്മത പുലർത്തുന്നത് നന്നായിരിക്കുമെന്ന് ഒരു ചെറിയ റിക്വസ്റ്റ് എനിക്കത് വിഷയമായിട്ടുണ്ട്. അതെ ഞാൻ കുറച്ചും കൂടി പറയട്ടെ. ഇതേ റിക്വസ്റ്റ് എന്നോട് നിങ്ങൾ അത് ഞാൻ സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും. ഞാൻ അന്ന് തന്നെ വിചാരിച്ചു അത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം എന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഭാഷയ്ക്ക് മാറ്റാമായിരുന്നു. ഞാൻ ടൈപ്പ് ചെയ്തു വെച്ചാ ഇത് ഞാനിപ്പോ പള്ളിയുടെ അടുത്തുള്ളത് ആ ഒരു അതിനൊന്നും ഇന്ന് പ്രസക്തിയില്ല. എന്തെന്നറിയോ, പള്ളിയും മദ്രസയും ഖുർആനും ഹദീസും ഒക്കെ പിടിച്ച് സത്യം ചെയ്യുക അല്ലെങ്കിൽ അതൊരു സത്യമായി സമൂഹത്തിന് കാണിക്കുക എന്നുള്ളത് കാരണം പ്രസക്തി നഷ്ടപ്പെട്ടു. കാരണം പള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് തീവ്രവാദം പറയുന്നത് അല്ലെങ്കിൽ ഭീകരവാദം പറയുന്നത് അല്ലെങ്കിൽ പള്ളിയും എന്നൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. അതായത് പള്ളിയെയും ഖുർആനെയും ഹദീസിനെയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ അതായത് കാഴ്ചപ്പാട് സംസാരിക്കാൻ നമുക്ക് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന കാഴ്ചപ്പാട് മാറാൻ പറ്റും. കാരണം പള്ളികളിൽ നിന്നാണ് തീവ്രവാദത്തിനെതിരെ പറഞ്ഞിട്ട് മുസ്ലിങ്ങൾ തീവ്രവാദികളല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതായത് അങ്ങനെ ഒരു വ്യൂ സമൂഹത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളികളിൽ തീവ്രവാദം പറയുന്നതല്ല പറഞ്ഞത്. ആ വ്യൂ കൊടുത്തതാര് NGFO അല്ല. എങ്ങനെ അത്രക്കാലം അതായത് നമ്മുടെ രാജ്യത്ത് പള്ളികൾക്കെതിരെയോ അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾക്കെതിരെ അതിന്റെ മുമ്പൊന്നും അങ്ങനെ ഇഷ്യൂസ് വന്നിട്ടില്ല. ഇല്ല ഒരു സംശയമില്ല. അതുപോലെ അത് പറയാനില്ല. അതൊരു മറ്റൊരു വിഷയമാണ്. അതേപോലെ മാറ്റി നിർത്തിക്കല്ല. അതുപോലെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, പല വിഷയങ്ങളിലേക്ക് പോകണം. എനിക്ക് ഏതായാലും പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ DYSP നമുക്ക് ഒരു കാര്യം കൂടി പറയാം. കേരളത്തിലുള്ള ഉദ്യോഗ തലങ്ങളിലെ കേരളം എന്നല്ല പിന്നെ ലോകാഴ്ച എന്താ പറയാ ഉദ്യോഗ തലങ്ങളിൽ നമുക്കിപ്പോ നമ്മുടെ കേരളത്തിനെ കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഉദ്യോഗ തലങ്ങളിലുള്ള എല്ലാ ആളുകളും പിന്നെ നല്ല സമീപനം പുലർത്തുന്ന ആളാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. നേരെ മറിച്ച് ഏറ്റവും ചുരുങ്ങിയത് ഇത്തരം ഇഷ്യൂസുകളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു റിപ്പോർട്ട് കൊടുക്കുമ്പോ അതിന്റെ പൂർണ്ണമായ രേഖ നമ്മളെ കയ്യിലുണ്ടാകുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതില്ലെങ്കിൽ ഞാൻ പറയുന്നേക്ക് ഇനിയിപ്പോ അയാൾ പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഈ വിഷയം അയാൾ പറഞ്ഞാൽ തന്നെ നമ്മുടെ കയ്യിൽ രേഖ ഇല്ലെങ്കിൽ നമ്മൾ പറയാതിരിക്കണം. കാരണം എന്തുകൊണ്ട് പറഞ്ഞാൽ
എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട ഏതെങ്കിലും സാധുക്കളെ വികാരഭരിതരായി പ്രതികരിപ്പിച്ച് അതുകൊണ്ടുണ്ടായി തീരുന്ന ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതായത് പിന്നെ നേരെ മറിച്ച് വേറൊന്നാണ്, അതായത് സമൂഹത്തെ പോയി വികാരഭരിതരായി നിർത്തുക എന്ന ലക്ഷ്യമുള്ള ആളുകൾക്ക് എന്തു പറയാം, അതിന് തെളിവുകളൊന്നുമില്ല. ഞാൻ പറഞ്ഞൊക്കെ ഈ നാടാന്തീയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇറാനിലെ കിഷ് എന്ന സ്ഥലത്തെ ഫ്രീ സോൺ കാർഡ്, അത് ഏതൊരു സാധാരണ നോളജുള്ള ആൾക്കാർക്ക് അറിയാതെ ഫ്രീ സോൺ കാർഡാണ്. അതിനെ കുറിച്ച് ഇതേ പോലീസുകാരനും ഇതേ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞാല് ഇറാൻ പൗരന്റേതെന്ന് സംശയം. ഇറാനിലെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറഞ്ഞാൽ അതില് ബോക്സ്, അത് മീഡിയയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ് ഇന്ത്യൻ എന്ന്, നാഷണാലിറ്റി ഇന്ത്യൻ IND എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ. പോട്ടെ, ഞാൻ പറഞ്ഞത് അതൊന്നും അതെന്തറിയോ, ഒരു നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത്, ഞാൻ പറഞ്ഞത് കൃഷി സാഹിബ്, അതായത് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തില് ഒരു നാട്ടിൽ ആയുധ നിർമ്മാണവും ആയുധ പരിശീലനവും നടത്തുന്ന ഒരു ക്യാമ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അവിടുന്ന് എന്ത് കാർഡ് കിട്ടിയെന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെ എന്താ പറഞ്ഞാൽ അത് തന്നെ, അത് മാത്രമല്ല, അതല്ല ഞാൻ പറഞ്ഞത്, അത് ഒരു മതത്തിന്റെ പേരിൽ പിന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരിൽ ആകുകയും ചെയ്യുമ്പോ 99% കേരളീയ മുസ്ലിം സമൂഹം സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് 1% ആളുകൾ, ഒന്നും പറയണ്ട, അതിൽ എത്ര ശതമാനത്തിന് കണക്കാൻ പറഞ്ഞു, എത്ര ആവട്ടെ, ഒരാളാണെങ്കിൽ ഒരാൾ ഇത്തരം ഒരു ക്യാമ്പുകളോ സംവിധാനങ്ങളോ സൃഷ്ടിക്കുകയോ അവിടെ വെച്ച് നിയമപാലകരും നാട്ടുകാരും ഇടപെട്ട് അത്തരം ഒരു വിഷയം പിടിക്കപ്പെടുകയും ചെയ്താൽ അവിടുന്ന് എന്ത് കാർഡ് കിട്ടി, ആ കാർഡിൽ എന്താ എഴുതിയതെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് വളരെ ബാലിശമായ ചർച്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, ആ ചർച്ചയിൽ നേരത്തെ പറഞ്ഞാൽ വൈകാരികമായിട്ട് മുൾമുനയിൽ ഒരു സമുദായത്തിന് നിർത്തിയില്ലേ ഇറാനിലെ വിദേശം. അത് ഞാൻ പറയുന്നത് അതിന്റെ ആവശ്യമില്ല, ആ ചർച്ചയ്ക്ക് എന്റെ പ്രസക്തിയില്ല. എന്തുകൊണ്ടെന്നറിയോ, ഒരു സ്ഥലത്ത് വെച്ച്, അതായത് ഞാൻ പറഞ്ഞത് അതിനൊക്കെ വേദി ഉണ്ടാക്കിയ ആളുകളാണ് ഇപ്പം പറയേണ്ടത്. അതിന് വേദി ഉണ്ടാക്കിയ ആളുകൾ അതിന് സമാധാനം പറയണം. കാരണം ഒരു സ്ഥലത്ത് ആയുധ പരിശീലനവും ആയുധ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നടക്കുകയും അത് നടക്കുന്നത് കയ്യോടുകൂടെ പിടികൂടുകയും ചെയ്താൽ പിന്നെ അവിടുന്ന് കിട്ടിയ കാർഡ്, ആരുടെ പേര്, എന്ത് നാഷണാലിറ്റി, എന്ത് ഐഡന്റിഫൈഡ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ബാലിശാണ് സുഹൃത്തെ. കാരണം ഒന്നാമത്തെ ഘടകം തന്നെ തെറ്റാണ് അവിടെ. പിന്നെ അതിന് ശേഷം ഉണ്ടായി മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാന്നുള്ളത് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ആയുധം പിടികൂടിയെന്നാണോ സുഹൃത്ത് ഇപ്പോഴും വിശ്വസിക്കുന്നത്? എങ്ങനെ ഈ 21 പേരുടെ കയ്യിൽ നിന്ന് 21 പേരും ആയുധം ഒരു ആയുധം പിടിച്ചിങ്ങനെ പൊക്കിപ്പിടിച്ച് നിന്നു എന്നല്ല റിപ്പോർട്ടില്ല. അവിടുന്ന് പിടികൂടിയ ആയുധങ്ങളെ കുറിച്ചും അവിടുന്ന് പിടികൂടിയ ആളുകളെ കുറിച്ചും ഒക്കെ പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാ മാധ്യമങ്ങളും ഇതിന് ഒരുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പങ്ങൾ പറഞ്ഞത് അവിടുന്ന് കിട്ടിയ ഒരു കാർഡിൽ ഇറാനിലെ ഏതോ ഒരു പ്രവിശ്യയിലെ ഏതോ ഒരു ഐഡന്റിഫൈ ചെയ്ത പേരിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ച് അപ്പങ്ങൾ ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ബാലിശമായ ചർച്ചയാണ്. കാരണം ഒരു കേന്ദ്രം, ആ കേന്ദ്രത്തിൽ ആയുധ പരിശീലനം നടത്തുക, അത് NDF ആവട്ടെ RSS ആവട്ടെ, RSS കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം RSS എന്ന പ്രസ്ഥാനം ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. മതമുള്ളവനും ഇല്ലാത്ത ആളുകൾക്കും എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് ഓനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രസക്തിയില്ല. പിന്നെ രണ്ടാമത് മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷകരാണ് എന്ന പേരില് പിന്നെ അതിന്റെ പേര് പ്രവർത്തിക്കുകയും ഞങ്ങൾ സമാധാനം മാത്രമേ അതുപോലെ തന്നെ മറ്റുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ആയുധ പരിശീലന സ്ഥലം റെയ്ഡ് ചെയ്യപ്പെടുകയും ആയുധങ്ങളടക്കം 21 പേരെ പിടിക്കപ്പെടുകയും ചെയ്തപ്പോ അവിടുന്ന് കിട്ടിയ ഒരു കാർഡിലുള്ള ഐഡന്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ ബാലിശാനം പറഞ്ഞത്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എന്തായാലും നമ്മളിപ്പോ എന്തില്ല, ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് ആയുധങ്ങൾ സഹിതം അല്ല പിടിച്ചത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി 3/4 മണിക്കൂറിനും 1-2 മണി ആകുന്ന സമയത്താണ് അവരോട് ബോംബിനെ കുറിച്ച് ചോദിക്കുന്നത്. ഇപ്പോൾ FIR വന്നു, അത് ബോംബല്ല, ബോംബ് പോലെയുള്ള വസ്തുവാണെന്നാണ് FIR എന്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഞാൻ അതിന്റെ കോപ്പി നിങ്ങളുടെ മെയിലേക്ക് അതായത് അതൊക്കെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതേ പറയാം. നമ്മളെ എല്ലാ മീഡിയകളുടെയും പൂർണ്ണമായ എല്ലാ വിഷയങ്ങളെയും റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെ പൂർണ്ണമായി പിന്നെ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളൊന്നല്ല നമ്മള്.
പക്ഷെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ അത്തരം ഒരു വേദി, ഇതിപ്പോ ഒന്ന് മാത്രമൊന്നല്ല, NDF ആയിട്ട് ബന്ധപ്പെട്ട് കേവലം ഒരു നാറാത്ത പ്രശ്നം മാത്രമൊന്നല്ല. കേരളീയ സമൂഹത്തിന്റെ ഇടയില് ഭീകരവാദ തീവ്രവാദ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് NDFന് ഒരുപാട് കേസുകളിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പല ആളുകളും പിടിക്കപ്പെടുകയും പല ആളുകളും ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പല ആളുകളും ഇന്നും പല ആളുകളും ഇന്നും അതിന്റെ പേരിൽ പിന്നെ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഒരു മാഷക്കായി നമ്മളെ നാട്ടിൽ നമുക്കറിയാം, ഒരു പാവം ഒരു അധ്യാപകന്റെ കൈവെട്ടിയ വിഷയം നമുക്കറിയാം. അതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഞാൻ പറയാം സുഹൃത്തെ, അത് അത്തരം വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും തുടങ്ങിയ ഒരുപാട് കേസുകൾ എണ്ണി നിങ്ങളുടെ മുമ്പിൽ പറയാനിക്കുണ്ടാവും. പക്ഷെ ആ ഒരു ചർച്ചയിലേക്ക് ഞാൻ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? ഒന്നൊന്നല്ല, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ അതിലേക്കൊന്നും ഞാൻ എന്തില്ല പോകുന്നില്ല. മറിച്ച് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാല്, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടിട്ട് സമൂഹത്തിൽ വൈകാരികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ന്യൂസ് പുറത്തുവിടുമ്പോ അതിന്റെ പൂർണ്ണമായ എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ബാധ്യതയാണ് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ്. അത് ഇല്ലാതെ നിങ്ങൾ പറയുന്ന കാലത്തോളം സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ഒരുപാട് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കും എന്ന ഒരു നന്മ മനസ്സിലാക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യേണ്ടിയിരുന്നു, അതിന്റെ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാവേണ്ടിയിരുന്നു. അത് നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുകയും ചെയ്യുന്നില്ല. എന്നെ പറയാൻ അനുവദിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് ഇത് പിന്നെ ഈ പത്രപ്രവർത്തകർ ഞാൻ അതുപോലെ പേനയും കടലാസും കൊണ്ടുപോകുന്ന പത്രക്കാർക്ക് പലപ്പോഴും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അമളി ഒരുക്കാൻ പറ്റിയാല് വീണ്ടും ആ അമളി ഏറ്റുവാങ്ങുന്ന ഒരുത്തനെ കുറിച്ച് സാധാരണ മനുഷ്യന്മാർ എന്താ വിലയിരുത്തുക? അല്ല, പിന്നെ ഞാൻ ചോദിക്കുന്നത്, പിന്നെ നിങ്ങളൊരു പത്രക്കാരനാണ്, പത്ര റിപ്പോർട്ടറാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നടക്കുമ്പോ ഒന്നുകിൽ നിങ്ങൾ മനഃപൂർവ്വം സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വിഷയങ്ങൾ ഇങ്ങനെ ആക്കി തീർക്കാനോ അല്ലെങ്കിൽ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി റിപ്പോർട്ടുകൾ കാണുകയും ചെയ്യുന്ന ഒരാളാണെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താ നമ്മൾ മനസ്സിലാക്കുക? അല്ലല്ല, നമ്മളത് കൃത്യമായി കേട്ടതാണ്. നിങ്ങളൊരു വിഷയം പറഞ്ഞു, നിങ്ങളിപ്പോ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ അമളി ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലും അമളി നിങ്ങൾ കുറച്ചു മുമ്പ് എന്നിട്ട് പറഞ്ഞ എം പി ജയരാജൻ കോടതികൾക്കെതിരെ ചുംബൻ പ്രയോഗം നടത്തിയൊരു കേസുണ്ടല്ലോ, അതിൽ മാതൃഭൂമിയിൽ സീനിയർ റിപ്പോർട്ടർ കോടതിയിൽ കേസിൽ വാദിക്കുമ്പോ അയാൾ പറഞ്ഞത് ഇതന്നെയാണ്. അയാൾ പറഞ്ഞ എന്റെ അടുത്ത് ഞാൻ കേട്ടെഴുതി പിന്നെ കടലാസിൽ പകർത്തി ഞാൻ പത്രത്തിൽ കൊടുത്തതാണ്. അതിന് കോടതി അലക്ഷ്യം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. കോടതി അലക്ഷ്യം ഉണ്ടോ കോടതി തീരുമാനിക്കട്ടെ. അയാൾ പ്രസംഗിച്ചത് ഞാൻ പകർത്തിയിട്ടുണ്ട്, കടലാസിൽ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അതായത് ഒരു കാര്യം കൂടി പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, നിലവിലെ നമ്മുടെ മീഡിയ രംഗം എന്ന് പറഞ്ഞാൽ എന്തും ഏതും എഴുതാനും എന്തും ഏത് രൂപത്തിലും വളച്ചൊടിക്കാനും മടിക്കാത്ത ഒരു വിഭാഗമാണ് നിലവിലുള്ളതെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ഉറപ്പല്ല? അപ്പോ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് റിപ്പോർട്ടിന്റെ, ന്യൂസിന്റെ, വാർത്തയുടെ യാഥാർത്ഥ്യവും സത്യവും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു ന്യൂസ് റിപ്പോർട്ടറുടെ ബാധ്യതയാണ്. സ്വാഭാവികമായും സ്വാഭാവികമായും ചെയ്യുന്ന പണിയോട് ആത്മാർത്ഥതയും അതിനോട് കൂടുതലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു റിപ്പോർട്ട് ശേഖരിക്കാൻ പോകുമ്പോ അത് പൂർണ്ണമായി ശേഖരിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അയാൾ കരുതിയിരിക്കും, അയാൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ. അല്ല, കേവലം ജീവിതം ഒരു തൊഴിലാക്കി മാത്രം കാണാൻ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത പോലെ തന്നെ ഉണ്ടാവുള്ളൂ. അതെ, ഈ വിഷയത്തിൽ പോലീസ് നിഷേധിച്ചതാണല്ലോ. പോലീസ് നിഷേധിച്ച ആദ്യത്തെ സംഭവമാണ് ഇത് എന്ന് സൂചന തോന്നുന്നുണ്ടോ? എങ്ങനെ
അല്ല നിങ്ങൾ അറിയണ്ട സുഹൃത്തെ, അതായത് ഇത്തരം ഒരു അപ്പങ്ങളൊന്നുകൂടി ഉറപ്പിക്കണം. അതായത് പോലീസ് ഈ കേസ് നിഷേധിക്കൽ സ്വാഭാവികമല്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതും നിഷേധിക്കും. അപ്പൊ നിഷേധിക്കാതിരിക്കാൻ ആവശ്യമായ എവിഡൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണ്ടേ? പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ? അതുകൊണ്ടാണ് ആദ്യം നമ്മൾ വാർത്ത കൊടുക്കാതിരിക്കുകയും പിന്നീട് NCSROയുടെ സംഘത്തോട് ഇതിലും മോശമായ രീതിയിൽ UAPA ചുമത്താൻ കാരണം മുസ്ലിങ്ങളുടെ മൈൻഡ് സെറ്റപ്പാണ് എന്ന് ഇതേ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതോടുകൂടിയാണ് അതിൽ ആ വാർത്തയുടെ കൂടെ നമ്മൾ ഇത് ചേർക്കുന്നത്. അപ്പൊ ഏകദേശങ്ങളാണ് ചേർത്ത് എഴുതി നടത്തോ? ഞങ്ങൾ ചേർക്കുന്നില്ല, ഞങ്ങൾ കേട്ടത് അന്ന്. എന്നിട്ട് മാധ്യമത്തിലെ റിപ്പോർട്ട് എന്നോട് പറയുന്നുണ്ട് DYSP പിന്നെ ആ വാദത്തിൽ മാറുന്നില്ല, അന്ന് നമ്മളിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നതോ ആയിരുന്നു എന്ന് ഇന്നലെയും മാധ്യമത്തില് എന്നെ വിളിച്ചിരുന്നത്. അതെന്തോ വിവാദമായിരുന്നു, വിവാദമാകുമല്ല അത് ഇന്നലെ പാലത്ത് വിളിച്ചിരുന്നത്. അതായത് നമ്മൾ പ്ലാൻഡാണ് അങ്ങനെ ഒരു വിവാദം വരണം എന്നുള്ളത് അല്ലേ? ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് പോലീസിന് എന്ത് ചെയ്യലെന്നറിയോ? അതായത് പോലീസിനെ വെള്ള പൂശുകയോ DYSPയെ വെള്ള പൂശുകയോ അല്ല വേറൊരാളെ വെള്ള പൂശുകയൊന്നുമല്ല ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു കാര്യം നമ്മളൊരു കാര്യം ഞാൻ പറഞ്ഞത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോ നമുക്ക് ആ ചെയ്യുന്ന കാര്യത്തോട് ആത്മാർത്ഥതയും പൊരുത്തവും അതുപോലെ തന്നെ അത് പിന്നെ യാഥാർത്ഥ്യമായിരിക്കണം, സത്യത്തോട് നിരക്കുന്നതായിരിക്കണം എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വിഷയത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നല്ലോ, അതല്ലെങ്കിൽ അത് മാറ്റിച്ച് വേറെന്തെങ്കിലും തൊഴിൽ നോക്കാം സാധാരണ ചെയ്യാം. അതെ, ഞാൻ പറഞ്ഞേക്ക് ഈ പ്രത്യേകം എന്ന സംവിധാനമുണ്ട്, അവിടെ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അത് എല്ലാ റിപ്പോർട്ടറും എഴുതിയെടുക്കാൻ മാത്രമേ ചെയ്യുന്നു. പ്രസ് മീറ്റിംഗില് ദൃശ്യ ശ്രവണ ലിഖിത മാധ്യമങ്ങൾ എല്ലാവരും ഉള്ള സ്ഥലത്താണ് പ്രസ് മീറ്റിംഗ് നടക്കാറ്. ഇപ്പോഴത്തെ അതാണ് ഞാൻ പറഞ്ഞത്, പണ്ടത്തെ കാലത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞത് അത്യാധുനിക സംവിധാനങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനുള്ള ആർജവം കാണിക്കുകയും എത്രത്തോളം പരമാവധി ഒരുത്തന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ ആവശ്യമായ ഹിഡൻ ക്യാമറകൾ ഉപയോഗപ്പെടുത്തി പെഹൽക്ക പോലുള്ള സംവിധാനങ്ങൾ ലോകത്ത് വെല്ലുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നടക്കില്ല. അതെ, നമുക്ക് അതിനെ കുറിച്ച് ഒരു ആത്മാർത്ഥതയില്ല. അതെ, കർണാടക ACSോടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഇത്തരം ഒരു പിന്നെ ഉത്തരവാദിത്തമില്ലാത്ത ഒരു പ്രസ്താവന വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മൾ DYSPന്റെ അടുത്ത് സംസാരിക്കാനായിട്ടല്ല പോകുന്നത്. കർണാടക ACS വന്നതിന്റെ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അതായത് കർണാടകയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഓരോ മുഖാമുഖത്തിന് പോകുന്നത്, കൂടിക്കാഴ്ചക്ക് പോകുന്നത്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ഉറപ്പല്ലേ കർണാടകത്തില് ഒരാൾ നമ്മളെ നാട്ടിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വിഷയങ്ങൾ ശേഖരിക്കുന്നല്ലേ? അല്ല, അപ്പോ എന്താണെങ്കിലും ഇത്തരം ഒരു റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രണ്ടാമത് നമുക്ക് കിട്ടണമെങ്കിൽ കർണാടകത്തിൽ നമ്മൾ പോയിട്ട് വരും. കേരളത്തിൽ ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് വളരെ എളുപ്പമാണ്. ചിലപ്പോ കിട്ടാറുണ്ടെങ്കിൽ എന്താണെങ്കിലും കുറച്ചുകൂടെ ദുർഘടകമായ ഒരു വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ടിൽ നിങ്ങൾ പിന്നെ ശേഖരിക്കാൻ പോയി എന്ന് പറയുമ്പോൾ അതിന് സംവിധാനങ്ങൾ നിങ്ങൾ കരുതിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുമായുള്ള ആത്മാർത്ഥതയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ പിന്നെ ബാധ്യതയും എത്രത്തോളം പോഷാണ്, അതായത് കുറവാണെന്ന് നിങ്ങൾ കൂടുതൽ താഴോട്ട് വരികയില്ലേ? നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണിക്കുന്ന ആവേശവും നിങ്ങളുടെ ആത്മാർത്ഥതയും അത്രത്തോളം കുറവാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കുന്നത്. ഞാൻ പറയുന്നത് ഇതേ പത്രസമ്മേളനം മാത്രമല്ല, ഈ പത്രസമ്മേളനല്ലേ 4 പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റു ചാനലുകാരും മറ്റു പത്രക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ആദ്യം പറഞ്ഞത്, നമ്മൾ 4 പേരെ ഉണ്ടായിരുന്നു. മറ്റു DYSP സ്വാഭാവികമായിട്ട് ഇത്തരം വിവാദ വിഷയങ്ങളിലൊന്നും കേസുകളിലൊന്നും പോലീസ് പത്രസമ്മേളനം നേരിട്ട് വിളിക്കുന്നില്ല. ഇപ്പൊ മുമ്പ് IG ഉള്ള സമയത്ത് ഇവിടെ വിളിച്ചിരുന്നു, പിന്നെ നേരിട്ട് വിളിച്ചിട്ടൊന്നുമില്ല. ഒരാൾ പോയിട്ട് ഫോണിൽ വിളിക്കും, ഫോണിൽ വിളിച്ചതിലേക്കും ഫോണിൽ വിളിച്ചാൽ രേഖയില്ലാന്ന് പറയും. ഫോണിൽ വിളിക്കുമ്പോ നമ്മൾ ഒരു സാധാരണ ഇപ്പോ നമ്മുടെ നാട്ടില് മീഡിയകളുടെ അതായത് മൊബൈലിന്റെ ദുരുപയോഗം വളരെ കൂടുതൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ. ഓഫീസിലല്ലോ, ഓഫീസിൽ വിളിക്കുന്ന മൊബൈലിലാണോ? ഇങ്ങനെ
ഓഫീസിൽ വിളിക്കുന്നവര് സ്ഥിരമായിട്ട് പത്രത്തില് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും. അതൊന്നും റെക്കോർഡ് ചെയ്ത് വെക്കില്ല. വെക്കാൻ സംവിധാനമുണ്ട് ഇപ്പൊ. ലാൻഡ് ഫോണില് എല്ലാ ദിവസവും പോലീസിൽ വിളിക്കുന്നൊക്കെ പിന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാറെങ്കിലും അങ്ങനെ വെക്കില്ല. ഞാൻ പറയുന്നൊക്കെ പിന്നെ ഈ പത്രസമ്മേളനം ഈ മാധ്യമപ്രവർത്തകരുടെ സംഭവം മാത്രമല്ല, പോലീസ് ന്യൂസ് ബോർഡിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ എന്തെങ്കിലും കളനപ്പെട്ടതായാലും അതിൽ പങ്കെടുത്ത ഏതെങ്കിലും മനോരമ, മാതൃഭൂമി നിങ്ങൾ പറയുന്ന പോലെ ചൂവൽ പക്ഷികളല്ലാത്ത മാധ്യമത്തിന്റെ അല്ലാതെ ചൂവൽ പക്ഷികളല്ലാത്ത ഏതെങ്കിലും പത്രത്തിന്റെ ഏതെങ്കിലും റിപ്പോർട്ടറുടെ കയ്യിൽ എഴുതിയതും ഇതല്ലാതെ കൂടുതലായിട്ട് പിന്നെ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനങ്ങൾ ആരും നമ്മൾ കണ്ണൂരിച്ച് കണ്ടെത്തോളം ഇല്ല. അത്യാവശ്യം ഒരാള് എഴുതാൻ ബുദ്ധിമുട്ടാണ് വേഗം മൊബൈലിലെടുക്കും, അതങ്ങ് ഡിലീറ്റുകയും ചെയ്യും. കാരണം അതിന്റെ ആവശ്യം വരുന്നില്ല. ഈ പോലീസ് വാർത്തകൾ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഒരു പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീഷണി തന്നെ. കാരണം മുമ്പ് മനോരമയില് ഫ്രണ്ട് പേജില് തലശ്ശേരിയിലെ ജിജേഷ് പദം ഹലോ തലശ്ശേരിയിലെ ജിജേഷ് എന്ന് പറഞ്ഞ CPM കൊല്ലപ്പെട്ടപ്പോ ഭയങ്കര കോൺഗ്രസ് എനിക്ക് ഞാൻ മറ്റുള്ള ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യുന്നറിഞ്ഞാല് ഞാൻ വീണ്ടും വിളിക്കാം. നമുക്ക് എന്തായാലും നല്ല ബന്ധം ഒരു പിന്നെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു വിഷയം ക്ലിയർ ചെയ്യായിരുന്നു മെയിനായിട്ടുള്ള എന്റെ ലക്ഷ്യം. ഹലോ